ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻസ് ഹെൽത്തി വിസ്ക്. നമ്മുടെ ഓണസദ്യയിൽ ഒരു പായസം ഇല്ലാണ്ട് എന്ത് സദ്യ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ രാജാവായ അടപ്രഥമനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം പാക്കറ്റിൻ്റെ അടയാണ്, അരിയുടെ അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിനെ ഒന്ന് വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നല്ല പച്ച വെള്ളത്തിൽ ഒന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ആ വെള്ളത്തിലുള്ള കുറുകിയിരിക്കുന്നതെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്ത് നല്ല സെപ്പറേറ്റ് ആയി കിട്ടും നമുക്ക് അട. അപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ശർക്കരയും കൂടി ഞാൻ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു കട്ടിയുള്ളൊരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്റ്റീലിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓണസദ്യയ്ക്ക് ആദ്യമായിട്ടൊരു അടപ്രഥമനെ തന്നെ തുടങ്ങാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ അടപ്രഥമൻ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഇനിയിപ്പോൾ കാഷ്യൂനട്ട്സും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തുകളും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുകളും ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, തേങ്ങാക്കപ്പ് പീസസ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ആ നെയ്യിലോട്ട് തന്നെ ഞാൻ അടയൊന്ന് വേവിച്ച് വെച്ചിരുന്ന അടയൊന്ന് ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ എത്ര നല്ലോണം നമ്മൾ വഴട്ടിയെടുക്കുന്ന നെയ്ക്കകത്ത് അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പ്രഥമൻ കുടിക്കാനായിട്ട്. നല്ലോണം ഒന്ന് വഴണ്ടതിന് ശേഷം ഞാനിപ്പോൾ 200 ഗ്രാം അടയ്ക്ക് ഞാൻ 400 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഉരുക്കി നല്ലോണം അരിച്ച് എടുത്ത ശർക്കരയാണ്. ആ പാനിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് കുറുക്കിയെടുക്കുക, നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് നല്ലോണം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കുതിർത്ത് വെക്കുമ്പം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നതിന് കുറച്ച് നേരത്തെ തന്നെ ചവ്വരി എടുത്ത് ഒരു 1/2 കപ്പ് ചവ്വരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കുതിർത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഇടാൻ പാകമായിട്ട് കിട്ടും. അപ്പം അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചവ്വരി കുതിർത്ത് വെക്കാൻ മറന്നു പോയാൽ തന്നെ കുഴപ്പമില്ല. ചവ്വരി നമ്മൾ ചിലപ്പോൾ ഒന്ന് കഴുകി ഒന്ന് വേവിച്ചെടുത്താൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം കടന്ന് ഒന്ന് തിളച്ച് വരണം. എത്രയോ കുറുക്കി എത്ര ഇളക്കി നമ്മൾ കുറുക്കി നമ്മൾ എടുക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചുക്കും ജീരകവും ഏലക്കായും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 1 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3-ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് കുറേശ്ശായിട്ട് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒറ്റയടിക്ക് ഞാൻ മൊത്തം പാലും ചേർത്ത് കൊടുക്കുന്നത്, കുറേശ്ശെ ഇളക്കി ചേർത്താണ് കൊടുക്കുന്നത്. പിന്നെയും പറയാം, പായസം എത്ര നമ്മൾ ഇളക്കി നല്ല കുറുക്കി എടുക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ആ പായസത്തിന്. അപ്പോൾ നമ്മൾ 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്.
ഇനി ഞാൻ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കുറച്ച് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ആദ്യമേ. അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഇത് തിള വന്നതിന് ശേഷമാണ് ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്ത ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും രണ്ടാം പാൽ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പായസമൊക്കെ എളുപ്പമെന്നാണ് എല്ലാവരും തയ്യാറാക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടൊക്കെ എൻ്റെ അച്ഛൻ ഒത്തിരി സമയം എടുത്തായിരുന്നു അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്നത്. അത് കുടിക്കാനും എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. ഇപ്പോഴൊക്കെ എല്ലാവരും എളുപ്പം സ്പീഡിലെല്ലാം ഫാസ്റ്റ് പ്രോസസ്സാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും. അപ്പോൾ ബാക്കി വന്നിരുന്ന രണ്ടാം പാലിൻ്റെയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചു വച്ചിരുന്നത്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു കുറച്ച് സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇപ്പം പായസം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പാലൊഴിച്ച് കൊടുത്തിട്ടും പായസം നല്ല കുറുകി തന്നെ ഇരിക്കുന്നത്. നമ്മൾ അത്രയും ചവ്വരി ഇട്ടുകൊണ്ടാണ് അത്രയും കുറുകിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ പശുവിൻ പാല് നല്ല തിളപ്പിച്ച് എടുത്ത ചെറു ചൂടോടെ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം ശർക്കരയ്ക്ക് നമുക്ക് കിട്ടുന്ന ശർക്കരയ്ക്ക് എത്ര കളറുണ്ടോ, നല്ല ശർക്കരയൊക്കെ ആണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല കളറുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി നല്ല കളറുള്ള ശർക്കരയൊന്നും അല്ല കിട്ടിയത്. എന്നാലും ഒരുമാതിരിപ്പെട്ട കുഴപ്പം നല്ല ശർക്കര തന്നെയായിരുന്നു. പായസം നല്ലോണം വെട്ടിത്തിളച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടയൊക്കെ നല്ല വിട്ട് നിൽക്കുന്നുണ്ട്. അടയൊന്നും അലന്നൊന്നും പോയിട്ടില്ല. അപ്പം ഫൈനൽ സ്റ്റേജിൽ ആയിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി ഈ സമയത്താണ് ഞാൻ 1-ാം പാല് ചേർക്കുന്നത്. അപ്പം 1-ാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഒത്തിരി തിളപ്പിക്കാനൊന്നും പാടില്ല. 1-ാം പാല് ഒഴിച്ച് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം അങ്ങ് തീ ഓഫ് ചെയ്ത് വെക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ എപ്പോഴും ഒന്ന് കുറച്ച് വെക്കണം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സും മുന്തിരിങ്ങയും എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതങ്ങ് അടച്ചു വെക്കുകയാണ്. അപ്പം പായസം റെഡി ആയിട്ടുണ്ട്. അടപ്രഥമൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി അടപ്രഥമനാണ് റെഡി ആയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.
എല്ലാവർക്കും ഒരു അടിപൊളി ഓണവും കൂടെ ആശംസിക്കുന്നു.